നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മന്ത്രി വീണ ജോർജിന്റെ പക്കൽ നിന്നും ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം മുറുകുകയാണ്. ഒരാഴ്ച നീളുന്ന അമേരിക്കൻ വാസം കഴിഞ്ഞാൽ തിരികെ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ ജോർജിൽ നിന്നും ആരോഗ്യ വകുപ്പ് ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ നൽകുന്നത്. ആരോഗ്യ വകുപ്പാണ് CPM സർക്കാരിനെ ഇത്രയും ചീത്തപ്പേര് കേൾപ്പിച്ചതെന്നും വീണ ജോർജിന് മന്ത്രി എന്ന നിലയിൽ യാതൊരു കാര്യപ്രാപ്തിയില്ലെന്നുമാണ് CPMലെ അണിയറ സംസാരം. ഓർത്തഡോക്സ് സഭയുടെ നോമിനി എന്ന നിലയിൽ 2016 ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെ MLA ആക്കി എന്നതല്ലാതെ മറ്റൊരു ക്വാളിറ്റിയും അവർക്കില്ല എന്നാണ് CPM നേതാക്കൾ പലരും ഇപ്പോൾ രഹസ്യമായി സമ്മതിക്കുന്നത്. 2021 വീണ ജോർജ് വിജയിക്കുമെന്ന് CPMകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ 2021 പിണറായി തരംഗത്തിന്റെ പുറത്ത് വീണ ജോർജും ജയിച്ചു കയറുകയായിരുന്നു. KK ശൈലജയെ മാറ്റി നിർത്തണം എന്നുള്ളത് കൊണ്ട് വീണ ജോർജിനെ മന്ത്രിയാക്കുകയായിരുന്നു പിണറായി. KK ശൈലജയെ പോലൊരാൾ നിയമസഭയിൽ ഇരിക്കുമ്പോൾ വീണ ജോർജിനെ പോലൊരു പുതുമുഖത്തെ, അതും പാർട്ടി അംഗത്വം പോലും ഇല്ലാതിരുന്ന ഒരു പുതിയ ആളെ ആരോഗ്യ വകുപ്പ് പോലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തത് അബദ്ധമായി പോയി എന്നാണ് ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത്. അവർ ഇത് പരസ്യമായി പറയുന്നില്ലെങ്കിലും CPMന്റെ അകത്തള ചർച്ചയിൽ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയും കെടുകാര്യസ്ഥതയും എല്ലാ ദിവസവും ചർച്ചാ വിഷയമാണ്. സർക്കാരിന്റെ പേര് ചീത്തയാക്കുന്നത്, രണ്ടാം പിണറായി സർക്കാരിനെ ജനങ്ങൾക്ക് മുന്നിൽ മോശക്കാരാക്കുന്നത് ആരോഗ്യ വകുപ്പും വനം വകുപ്പും ചേർന്നാണെന്നാണ് CPM നേതാക്കൾ പലരും പറയുന്നത്. അതുകൊണ്ട് ശശീന്ദ്രന്റെ കയ്യിൽ നിന്നും വനം വകുപ്പും വീണ ജോർജിന്റെ കയ്യിൽ നിന്ന് ആരോഗ്യ വകുപ്പും എടുത്തു മാറ്റണമെന്നും അത് കൊള്ളാവുന്ന മന്ത്രിമാർക്ക് ആർക്കെങ്കിലും P രാജീവിനോ MP രാജേഷിനോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനോ പോലുള്ള ആളുകൾക്ക് നൽകണമെന്നുമാണ് ഇപ്പോൾ CPMനുള്ളിൽ നിന്ന് തന്നെ പറയുന്നത്. ഏതായാലും വീണ ജോർജിനെ അധികം ഇനി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള നിലപാട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. വലിയ രോഷമാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ചതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ സർക്കാരിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ വീഴ്ചയെക്കുറിച്ച് തുറന്ന് ഫേസ്ബുക്കിൽ എഴുതുകയും അതേ തുടർന്ന് അത് വലിയ വിവാദമായി തീരുകയും ചെയ്തിരുന്നു. എന്നാൽ ഡോക്ടർ ഹാരിസിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് CPMും മുഖ്യമന്ത്രിയും അന്ന് നടത്തിയത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഡോക്ടർ ഹാരിസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആകെ കരിവാരിത്തേക്കുന്ന വിധത്തിലായി പോയി എന്നായിരുന്നു. ഏതായാലും അത് പറഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീട് ഒരു നിർഭാഗ്യവതിയായ സ്ത്രീ അതിൽപ്പെട്ട് മരിച്ചത്. ഇതോടെ ആരോഗ്യ വകുപ്പിനെതിരെ പാർട്ടിക്കുള്ളിലും രോഷം ശക്തമാവുകയാണ്. CPMന്റെ യുവജന സംഘടനകളടക്കം മഹിളാ സംഘടനകളടക്കം CIT അടക്കമുള്ളവരെല്ലാവരും ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ നിരന്തരമായി പരാതികൾ ഉന്നയിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വീണ ജോർജിനെ സംരക്ഷിച്ചു നിർത്തുന്നതെന്നും അത് ഓർത്തഡോക്സ് സഭയും മറ്റു ചില സാമ്പത്തിക കേന്ദ്രങ്ങളുമായുള്ള ബന്ധം മൂലമാണെന്നുമൊക്കെയുള്ള ആരോപണം CPMൽ ഇപ്പോൾ ശക്തമാണ്. ഏതായാലും വീണ ജോർജിന്റെ കയ്യിൽ നിന്നും ആരോഗ്യ വകുപ്പ് ഏറ്റെടുത്തില്ലെങ്കിൽ വരുന്ന 8 മാസത്തിനുള്ളിൽ സർക്കാർ ഒരുപാട് പഴി കേൾക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ CPM നേതൃത്വം പറയുന്നത്. വീണ ജോർജിനെ അത് ഏൽപ്പിക്കേണ്ടായിരുന്നുവെന്നും ഡോക്ടർ ബിന്ദുവിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭേദമായി അത് കൊണ്ടുപോകുമെന്നുമായിരുന്നു ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ ആരോഗ്യ വകുപ്പ് വീണ ജോർജിന്റെ കയ്യിൽ നിന്നും എടുത്തു മാറ്റുന്നതിനെ കുറിച്ചൊരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്.